ഒരു മുഅ്മിനായ മനുഷ്യൻ അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ, ആരും കാരണമാവാതെ നിങ്ങളങ്ങ് ഒറ്റക്കുണ്ടായതാണോ? അം ഹുമുൽ ഖാലിഖൂൻ, അല്ല മനുഷ്യൻ തന്നെയാണോ മനുഷ്യനെ പടച്ചത്? അള്ളാഹ് ചോദിക്കാം. അല്ല വെറുതെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഗതി ഇല്ല. എങ്ങനെ വെറുതെ ഉണ്ടാവുക? നത്തിങ് ക്യാൻ കം ഔട്ട് ഓഫ് നത്തിങ്. അങ്ങനെ സംഭവമില്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഒരു കാരണം വേണം, ഒരു റീസൺ വേണം. കോസ് ആൻഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. കോസ് ആൻഡ് ഇഫക്ട്സ്. ഒരു ഇഫക്റ്റ് ഉണ്ടാവണമെങ്കിൽ അതിന് കോസ് വേണം. ഒരു കാര്യം നടക്കണമെങ്കിൽ അതിന് സബബ് വേണം. ഇത് ആർക്കാ മനസ്സിലാവാത്തത്? അള്ളാഹ് ചോദിക്കുന്നു, അം ഹുമുൽ ഖാലിഖൂൻ, അവര് തന്നെയാണോ പടച്ചത്? അവരെ മനുഷ്യനെ പടച്ചത് മനുഷ്യനാണോ? ആണോ? നമ്മളമ്മയും വാപ്പയാണോ നമ്മളുണ്ടാക്കിയത്? അങ്ങനെ പറയാൻ പറ്റുമോ? ഉമ്മയും വാപ്പയും നമ്മുടെ ജന്മത്തിൻ്റെ കാരണങ്ങളാണ്. എല്ലാ ഉമ്മാർക്കും അവരുടെ മക്കൾ നല്ല ഭംഗിയുള്ള, ആരോഗ്യമുള്ള, എല്ലാ കഴിവുള്ള നല്ല മക്കളായിട്ട് വരണമെന്നല്ലേ ആഗ്രഹം? ഏതെങ്കിലും ഒരു ഉമ്മാക്ക് സ്വന്തം കുട്ടിൻ്റെ മുഖം ഡിസൈൻ ചെയ്യാൻ പറ്റുമോ? വാപ്പാക്ക് പറ്റുമോ? ഇല്ല. അതിനർത്ഥം എന്താ? നമ്മളല്ല പടക്കണത്. പിതാവിൻ്റെ സ്പേം സെൽ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് കടക്കാനുള്ള ഒരു കാരണം നിർവഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുന്നത് മുഴുവനും അള്ളാഹുവിൻ്റെ ഇടപെടലാണ്.